പ്രതിഷേധത്തിന്റെ പ്രഭാത നടത്തം. അതിരാവിലെ എഴുന്നേറ്റ് പ്ലക്കാർഡും പിടിച്ചു നടക്കുന്ന പാലക്കുന്നിലെ ഒരു കൂട്ടം വനിതകളെ കാണാം. സംഗതി നിസ്സാരമല്ല. കരിവള്ളൂർ പാലക്കുന്നിലെ വീട്ടമ്മമാർ വീടുപൂട്ടി പുലർച്ചെ 4:30 മണിക്ക് നടത്തുന്ന പ്രതിഷേധ നടത്തം പ്രദേശത്തെ ഒരു സാമൂഹ്യ വിരുദ്ധനെ പിടികൂടാനാണ്. ഏത് പാതിരയ്ക്കും പുറത്തിറങ്ങി നടക്കാവുന്ന നാട്. യാതൊരു പേടിയുമില്ലാതെയാണ് കരിവള്ളൂരിലും പരിസരങ്ങളിലുമുള്ള സ്ത്രീകൾ പ്രഭാത സവാരിക്കിറങ്ങിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഏറെ ഭീതിയോടെയാണ് ഇവർ പ്രഭാത നടത്തത്തിന് ഇറങ്ങുന്നത്. നടക്കുന്നവരുടെയൊക്കെ പിന്നിലൂടെ സ്കൂട്ടറിലെത്തി പ്രഹരമേൽപ്പിക്കുന്ന അക്രമിയുടെ ശല്യം തുടങ്ങിയിട്ട് 2 ആഴ്ചയിലധികമായി. 10ഓളം സ്ത്രീകൾക്കാണ് ഇതിനകം അടികിട്ടിയത്. പലതവണ നാട്ടുകാർ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ആളെ പിടികിട്ടിയില്ല. പെരളം, കൊഴുമ്മൽ, പുത്തൂർ ഭാഗങ്ങളിലുള്ളവർക്കാണ് ഈ ദുരനുഭവം. രാവിലെ വെളിച്ചം വീഴുന്നതിന് മുൻപ് നടക്കുന്നവർക്കാണ് അടിയുടെ ചൂടേൽക്കേണ്ടി വന്നത്. കൂട്ടമായി സഞ്ചരിക്കുന്നവരെയും അക്രമി വെറുതെ വിടുന്നില്ല. സ്കൂട്ടറിലെത്തി പിറകിൽ നിന്ന് അടിച്ച ഉടനെ വേഗത്തിൽ ഓടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. മറ്റാരുമില്ലെന്ന് ഉറപ്പുവരുത്തി വീണ്ടും തിരിച്ചു വരുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആഭരണങ്ങൾ നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ ഇല്ലാത്തതിനാൽ മോഷണ ശ്രമങ്ങളല്ലെന്ന് വ്യക്തം. സാമൂഹ്യ വിരുദ്ധന്റെ ശല്യം സഹിക്കവയ്യാതെയാണ് പാലക്കുന്നിലെ വീട്ടമ്മമാർ പുലർച്ചെ 4:30 മണിക്ക് വീടുപൂട്ടി പ്രതിഷേധ സവാരിക്കായി ഇറങ്ങിയത്. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിലെ വനിതാവേദി പ്രവർത്തകർ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധ നടത്താൻ തുടങ്ങിയപ്പോൾ പതിവ് പ്രഭാത സവാരിക്കാരും ഒപ്പം ചേർന്നു. നമ്മളെ കരിവള്ളൂരും പരിസര പ്രദേശങ്ങളിലും കൂടി നടക്കുന്ന ഒരു സംഭവം. അല്ലെങ്കിൽ രാവിലെ നടക്കാൻ പോകുന്ന സ്ത്രീകളെ മാത്രം ഒരുത്തൻ ബൈക്കിൽ ഹെൽമെറ്റ് ഇട്ടിട്ട് വന്നിട്ട് ഒരേ അടി അങ്ങനെ പല ആൾക്കാർക്ക് അപകടം പറ്റിയിട്ടുണ്ട്. ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് നമുക്ക് അതിലൊന്നും എന്ത് ചെയ്യാൻ കഴിയും എന്ന് നോക്കി. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പാഠശാല വനിതാ കമ്മിറ്റി കൂടിയിട്ടാകുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു പ്രതിഷേധം എന്ന രീതിയിലാണ് നമ്മളിത് നടത്തിയത്. അപ്പം ഇത് പറഞ്ഞ പോലെ ഇതിന് കളിയാക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെയൊക്കെ ഇതിപ്പോൾ നിങ്ങളിങ്ങനെ നടന്നുകൊണ്ട് കാര്യമുണ്ടോ ഇല്ലയോ എന്നല്ല, നമുക്ക് മനുഷ്യനായാൽ എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോൾ അതിനെതിരെ ഒന്ന് പ്രതികരിക്കുക എന്നേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് ഒരു പെട്ടെന്നെടുത്ത തീരുമാന നിലയിൽ ഒരു വിജയമായി എന്ന് തന്നെ പറയണം. അതുകൊണ്ട് ഇത്രയും ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടു. കാരണം അയാൾ എൻ്റെ അഭിപ്രായത്തിൽ അയാളൊരു മനോരോഗിയായിരിക്കും. എന്നാൽ ഒരു മനോരോഗിക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. പാലക്കുന്ന് മുതൽ വെള്ളച്ചാൽ വരെയും തിരികെയുമാണ് നടത്തം. വനിതാവേദി ഭാരവാഹികളായ കെ അനിത, AV സീമ, പി ഗീത എന്നിവരാണ് വേറിട്ട ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. 3 ഡോട്ട്സ് മീഡിയ, പയ്യന്നൂർ.